ശ്രീ രാഹുൽ ഈശ്വർ ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും മാനേജ് ചെയ്തുമൊക്കെ നിന്നാൽ മാത്രമേ സ്ത്രീക്ക് ഒരു തൊഴിലിടത്തിൽ വളരാനാകൂ എന്നുള്ളതാണോ? അങ്ങനെ എത്ര കാലം സ്ത്രീ സഹിച്ചും ക്ഷമിച്ചുമൊക്കെ കഴിയണം? ഞാൻ ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞ കാര്യത്തിന് ഷാർപ്പായ മറുപടി പറയാം. ശ്രീമതി ഭാഗ്യലക്ഷ്മി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ 35 വർഷം മുമ്പ് മാഡത്തിന് നേരിട്ട ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് നേരിട്ട ഒരു ദുരനുഭവത്തിന്റെ പേരിൽ കേസിന് പോകാത്തതും കേസുകളല്ല കുറെ കൂടെ ഭാവി ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിരിക്കണം തീരുമാനം തുടങ്ങിയ നിലപാടുകൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി എടുത്തപ്പോൾ തീവ്ര ഫെമിനിസ്റ്റുകാർ പലതും ഭാഗ്യലക്ഷ്മി ചേച്ചിയെ കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പം ഭാഗ്യലക്ഷ്മി ചേച്ചി എന്നെ കുറിച്ച് പറഞ്ഞത്. അവിടെയാണ് അയഥാർത്ഥ്യമായി പറഞ്ഞിട്ട് എന്താ കാര്യം? WCOC സ്ഥിരം ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ WCC അടക്കം എടുത്ത പക്വമായ തീരുമാനങ്ങൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി എടുത്തപ്പോൾ ഹേമ കമ്മിറ്റി എടുത്ത പക്വമായ തീരുമാനങ്ങൾ, നല്ല നിലപാട്, നല്ല സമീപനം എന്തുകൊണ്ടാണ് കേരളത്തിൽ അഭിനന്ദിക്കപ്പെടുന്നത്? അന്ന് മീഡിയയിലെ ഒരു വിഭാഗം ഭാഗ്യലക്ഷ്മി ചേച്ചി അടക്കം അല്ലെങ്കിൽ ശ്രീമതി മാലാപാർവതി അടക്കം WCC അടക്കം ഇവർക്ക് തണുപ്പൻ പ്രതികരണമാണ്, ഇവർക്ക് ചൂട് പോരാ, കുറെ കൂടെ ആവേശം വേണം, കുറച്ചുപേരെ ജയിലിലിടണമെന്ന് പറഞ്ഞിരുന്നു. എന്തേ ആ നിലപാടെടുക്കാത്തത്? TV-യിൽ ഇരുന്ന് ഡയലോഗ് പറയാൻ എളുപ്പമാണ്. യഥാർത്ഥത്തിൽ അത് സംഭവിക്കുമ്പോൾ അതിന് ഒരുപാട് റിപ്പർക്കഷൻസ് ഉണ്ട്, ഇമോഷണൽ ഡാമേജ് ഉണ്ട്, ഇമോഷണൽ ഡ്രെയിനിങ് ആണ്. അവിടെയാണ് മാലാപാർവതി പറഞ്ഞത് സഹിക്കണമെന്നോ ക്ഷമിക്കണമെന്നോ അല്ല. മാലാപാർവതി പറഞ്ഞത് അവോയ്ഡ് ചെയ്ത് കളയണമെന്നാണ്. അവോയ്ഡ് ചെയ്ത് കളയുന്നതിന് അവരൊരു സമീപനം വെച്ചു. ആ സമീപനത്തോട് യോജിക്കാം, വിയോജിക്കാം. പക്ഷെ ശ്രീമതി മാലാപാർവതി പറഞ്ഞതിന്റെ സ്പിരിറ്റ് എന്താണ്? അങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പറയുമ്പോൾ സഹിക്കണം ക്ഷമിക്കണം എന്നൊക്കെ തന്നെയാണ്. അതായത് എന്താണോ കേൾക്കുന്നത് കൂടെ കിടക്കാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ പോടാ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ആ സ്ത്രീ നേരിടുന്ന വേർബലി അവർ നേരിടുന്ന തീർത്തും ഒരു ഹറാസ്മെന്റ് ഉണ്ടല്ലോ, അത് അവർ അങ്ങനെ തന്നെ സഹിക്കുകയല്ലേ ചെയ്യേണ്ടി വരുന്നത്. അവിടെയാണ് അക്ഷയ ഇത്രയും സെൻസിറ്റീവായ കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. കൂടെ കിടക്കാൻ പോകുമ്പോൾ പോടാ എന്ന് പറയാനല്ലല്ലോ പറഞ്ഞത്. നമ്മൾ വാക്കുകൾ പറയുമ്പം, വരികൾ പറയുമ്പം മൂർച്ചയും ഷാർപ്നെസ്സും വേണ്ടേ? ഇതിനെ സ്ട്രോമാൻ എന്ന് പറയും. അതായത് ഇല്ലാത്തൊരു ഒക്കേഷൻ ഉണ്ടാക്കി, ഇല്ലാത്ത ഒരു വൈകാരികത കൊണ്ടുവന്ന് അതിന് വേണ്ട രീതിയിൽ മാലാപാർവതി പ്രതികരിച്ചല്ലോ എന്ന് പറയാൻ ഒരുപക്ഷെ സമ്മർദ്ദമെല്ലാം കാരണം ഇനി മാലാപാർവതി പിൻവലിക്കുമായിരിക്കും. ഇതിന്റെ യഥാർത്ഥ സ്പിരിറ്റ് പലതും ഗ്രേ ഏരിയാസിലാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് സിനിമ, സീരിയൽ, കലാരംഗം അടക്കമുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരുപാട് ഹിറ്റ് ഓൺസ് വരും. അതിനെ അവോയ്ഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞതിനെ ഈ ഏതെങ്കിലും രീതിയിൽ അത് സ്ത്രീവിരുദ്ധമാണെന്ന് ചിത്രീകരിക്കുന്ന അർത്ഥമില്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി തന്നെ WCC തന്നെ മുമ്പെടുത്ത നിലപാടുകൾ ഏറ്റവും സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്നതും തീവ്ര ഫെമിനിസ്റ്റുകൾ അംഗീകരിക്കാത്തതും എന്തുകൊണ്ടാണ്? കാര്യം എല്ലാത്തിനും കേസിന് പോകണമെന്ന് പറയാൻ, എല്ലാത്തിനും പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറയാൻ എളുപ്പമാണ്. അത് ചുമ്മാ TV-യിൽ നിന്ന് പറയത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ചുമ്മാ നമ്മുടെ നാട്ടിൽ പറയാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ എടുക്കുന്ന നിലപാടുകൾക്ക് നമുക്ക് പലപ്പോഴും വിജയിച്ചെടുപ്പിക്കാൻ കഴിയണം. ഈ പെൺകുട്ടികൾക്ക് ഭാവിയുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടേതായ കരിയർ ഉണ്ട്, എപ്പോഴും പ്രശ്നക്കാരാന്ന് കേൾക്കാൻ കഴിയില്ല. ഇതൊന്നും പറയുന്നതിനൊരു ഗുമ്മില്ലായിരിക്കും. പക്ഷേ പലപ്പോഴും റിയലിസ്റ്റിക്കലായി നമ്മുടെ ഈ രംഗത്തേക്ക് വരുന്ന പല പെൺകുട്ടികളോടും സീനിയറായ നടിമാർ ഇത് തന്നെയല്ലേ പറയുന്നത്? മോളെ അവനെ ഒന്ന് സൂക്ഷിച്ചേക്കണം, അവൻ പലപ്പോഴുമേ അവൻ ഈ ഓവറായിട്ട് നിന്നെ അപ്രോച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അവനെ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞേക്കണം എന്നല്ലേ പറയുന്നത്? അവൻ ഏതെങ്കിലും രീതി അടുത്ത് വന്നാൽ നീ ചാടി പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് അവനെ പിടിച്ച് ചാത്തിരണമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അൺറിയലിസ്റ്റിക് ആയി സംസാരിക്കുന്നത്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി അടക്കമുള്ളത് വിജയിക്കാതെ പോയത്? ആ കോൺക്ലേവ് പോലും നടക്കാതെ പോയത് എന്താ? ഞാൻ അടക്കമുള്ള എല്ലാ പുരുഷവാദികളും കോൺക്ലേവ് അടക്കമുള്ള കാര്യങ്ങളെങ്കിലും നടക്കണമെന്ന് പറഞ്ഞപ്പോൾ അൺറിയലിസ്റ്റിക് ആയി എല്ലാവരെയും അറസ്റ്റ് ചെയ്തിടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ? എന്തെങ്കിലും നടന്നോ? എന്തെങ്കിലും ഒരു ഇഞ്ചെങ്കിലും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞോ? കോൺക്ലേവ് പോലും നടന്നില്ല. ഈ തീവ്ര ഫെമിനിസ്റ്റ് നിലപാടുകൾ ചുമ്മാ പറയാമെന്നേ ഉള്ളൂ. യാഥാർത്ഥ്യ ബോധത്തോടെ മുമ്പ് WCC-യും ഭാഗ്യലക്ഷ്മി മാഡവും അല്ലെങ്കിൽ ശ്രീമതി മാലാപാർവതിയും എടുത്ത റിയലിസ്റ്റിക് സമീപനങ്ങളോടുകൂടി കൂടുതൽ ശുദ്ധീകരിക്കുക, അവോയ്ഡ് ചെയ്യുക, നോ പറയുക, ഈ ഒരുപാട് സമീപനങ്ങളുണ്ട്. ഈ എല്ലാ കാര്യത്തിനും പോയി കേസ് കൊടുക്കണം, പോലീസിനെ വിളിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും റിയലിസ്റ്റിക്കലി വിജയിക്കാൻ പോണില്ല. അപ്പൊ അവിടെയാണ് റിയലിസ്റ്റിക്കലി നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും വഴക്കിടാതെ എന്നൊക്കെ പറയുന്നത് പറയേണ്ടടുത്ത് പറയേണ്ട കാര്യം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും കാലം മലയാള സിനിമയിലായിക്കോട്ടെ ഏത് തൊഴിലിടത്തിലായിക്കോട്ടെ സ്ത്രീ കണ്ട പീഡനങ്ങളും അല്ലെങ്കിൽ കണ്ട പീഡാനുഭവങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. അവിടെ തുറന്നു പറയാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം സ്ത്രീക്കായി ഒരുക്കി കൊടുക്കുമ്പോൾ അതിനുള്ള ഒരു ചുറ്റുപാട് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് ശ്രീ രാഹുൽ ഈശ്വർ, ഒരു കാര്യം തനിക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ, തനിക്ക് എതിരാണ്, സ്ത്രീ വിരുദ്ധമാണെന്ന് തോന്നിയാൽ അതിനെതിരെ സംസാരിക്കുന്നത് എങ്ങനെയാണ് ധിക്കാരമാകുന്നത്? അവിടെയാണ് ധൈര്യം അത്യാവശ്യമാണ്. സ്ത്രീകൾ സ്ട്രോങ് പറഞ്ഞോളൂ ശ്രീ ഭാഗ്യലക്ഷ്മി. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. അതിനുള്ള മറുപടിയും പറയാം. എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇല്ല, മറുപടി പറഞ്ഞോളൂ. വ്യക്തിപരമായിട്ടുള്ള കാര്യം ഉൾപ്പെടെ രാഹുൽ പറഞ്ഞിട്ടുണ്ട്. മറുപടി പറയാം. വളച്ചൊടിക്കൊന്നും വേണ്ട രാഹുൽ ഈശ്വർ. ഞാൻ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ പറഞ്ഞത്? സംഭവം നടക്കുമ്പോൾ ഉടനടി പ്രതികരിക്കണം.
അത് അവിടെ ഇവിടെയും പോയി പോലീസിനോട് പറയുക, കംപ്ലൈന്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ആ സ്പോട്ടിൽ, ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കണം എന്നാണ് പറഞ്ഞത്. എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് അത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ എന്റെ കയ്യിൽ ചുരുട്ടി വെച്ചിരുന്ന അയാൾ തന്ന അഡ്വാൻസ് മുഖത്ത് വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോയ ഒരാളാണ് എന്റെ 17ാമത്തെ വയസ്സിൽ. അന്ന് ഞാൻ വലിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലായിരുന്നു. അന്ന് ഞാൻ ആ ചങ്കൂറ്റം കാണിച്ചു. ആ ചങ്കൂറ്റം പെൺകുട്ടികൾ കാണിക്കണം എന്നാണ് അന്നും ഇന്നും എന്നും ഞാൻ പറയുന്നത്. അതല്ലാതെ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇന്ന് ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന് രാഹുൽ ഈശ്വർ അങ്ങനെ വളച്ചോടിക്കൊന്നും വേണ്ട. ഇപ്പോഴും ഞാൻ പറയുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങൾ ബലാത്സംഗം പോലുള്ള സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അന്ന് തന്നെ പോലീസിൽ പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്ന് തന്നെ നടപടിയെടുത്തില്ല? ഈ വർഷങ്ങൾക്ക് ശേഷം അത് പുറത്തു പറയുമ്പോൾ അതിന്റെ തെളിവുകൾ ഇല്ലാതെയാകുന്നു, ആ വ്യക്തിയെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റാതെയാകുന്നു. ഇത് തന്നെയാണ് അന്ന് പറഞ്ഞത്, ഇന്നും അത് തന്നെയാണ് പറയുന്നത്. എന്നെ സ്റ്റുഡിയോയിൽ വെച്ച്, എന്നെ എന്ന് പറയുന്ന ഭാഗ്യലക്ഷ്മി എന്നൊരു വ്യക്തിയല്ല, ഒരു പെണ്ണിനെ സ്റ്റുഡിയോയിൽ വെച്ച് അല്ലെങ്കിൽ വർക്കിംഗ് പ്ലേസിൽ മോശമായിട്ട് എനിക്ക് ഹിതമല്ലാത്തത് എനിക്ക് മോശം തന്നെയാണ്. അത് പറയുമ്പോ അത്ര ഈസി ആയിട്ട് പോകാനൊന്നും പറ്റില്ല. അത് പറയുമ്പോ അത് പറയുമ്പോ റിയാക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഉടനെ പേപ്പറിൽ എഴുതിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം എന്നല്ല. രാഹുൽ എന്ന് ചോദിക്കണം. ആരോടാണ് പറഞ്ഞത് എന്ന് ഒരു പ്രാവശ്യമേ ചോദിക്കുള്ളൂ, രണ്ടാമതൊരിക്കൽ ചോദിക്കില്ല. അത് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഒരു പക്ഷേ പുരുഷപക്ഷം സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഞാൻ പുരുഷപക്ഷം സ്ത്രീപക്ഷം എന്ന ഒരാളല്ല. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കുമായിരുന്നു. എന്തുകൊണ്ട് ഞാൻ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തു? സുരേഷ് ഗോപി എന്റെ സുഹൃത്തായത് കൊണ്ടാണോ? അല്ല. എനിക്ക് ആ മനുഷ്യനെ വ്യക്തമായിട്ട് വർഷങ്ങളായിട്ട് 10-35 വർഷങ്ങളായിട്ട് അറിയാവുന്ന വ്യക്തി ആയതുകൊണ്ട് അയാൾ അത്തരത്തിൽ സംസാരിക്കില്ല എന്ന് ഞാൻ അന്ന് അയാൾക്ക് വേണ്ടി സംസാരിച്ചത് അതുകൊണ്ടാണ്. അത് ഇതേപോലെ തന്നെ 10-12 വർഷങ്ങൾക്ക് മുൻപ് ഒരു മന്ത്രിക്കെതിരെ ഒരു പ്രശ്നം വന്നപ്പോഴും ഞാൻ ആ മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്നാണ് സംസാരിച്ചത്. അങ്ങനെ നിങ്ങൾ പറയുന്ന മാതിരി ആണുങ്ങളെ എന്ത് പോക്കർത്തരം ചെയ്താലും അതല്ല ശാസ്ത്രീയമാണ് എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. സ്ത്രീകൾ ധൈര്യത്തോടുകൂടി പ്രശ്നങ്ങളെ നേരിടണം. തനിക്ക് നേരെ വരുന്ന എന്ത് പ്രശ്നവും തന്റെ ഇടത്തോടുകൂടി പ്രതികരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. 14 സെക്കൻഡ് ഒരു പുരുഷൻ തുറിച്ചു നോക്കിയാൽ കേസെടുക്കാം എന്ന് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 14 സെക്കൻഡ് തുറിച്ചു നോക്കിയാൽ കേസൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 15 സെക്കൻഡ് അങ്ങോട്ട് തുറിച്ചു നോക്കിയാൽ മതി, തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ നിങ്ങൾ പറയുന്ന മാതിരി കേസ് കൊടു ഇവിടെ കേസ് കൊടുക്കുന്നത് കൊണ്ട് ഏറ്റവും അധികം ബാധിക്കപ്പെടുന്നത് സ്ത്രീ തന്നെയാണെന്ന് ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് സ്ത്രീപക്ഷവാദി എന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് ന്യായീകരിക്കരുത് രാഹുൽ ഒരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീയുടെ ഭാഗത്ത് പ്രശ്നമുണ്ട്, പുരുഷന്റെ ഭാഗത്ത് പ്രശ്നമുണ്ട് എന്ന രീതിയിൽ സംസാരിക്കൂ. എപ്പോഴും നിങ്ങളുടെ പ്രസ്താവനകൾ ഞാൻ കാണാറുണ്ട്. എന്ത് പോക്കൃത്തരം കാണിച്ചാലും അത് അവനാണ് ശരി, അവനാണ്. അതിന് നിങ്ങൾ പറയുന്ന കുറെ വലിയ 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 വാക്കുകളുണ്ട്. ആ വാക്കുകളൊന്നും കേട്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല.